പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങളായി RMP എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് പുറത്താക്കപ്പെട്ട വ്യക്തിയുമായ സഖാവ് KS ഹരിഹരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വാർത്തയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായ ഒരു സംഭവം നടന്നിട്ട് ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞെങ്കിലും ഇപ്പോഴും അതിൻ്റെ അനുരണനങ്ങൾ അവസാനിച്ചിട്ടില്ല. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്കറിയാം, വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നല്ലോ. ആ വിവാദങ്ങൾ ഉയർന്നു വന്നതിൻ്റെ ഭാഗമായി UDF വടകരയിലൊരു യോഗം സംഘടിപ്പിക്കുകയുണ്ടായി. ആ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കന്മാർ പങ്കെടുത്തിരുന്നു. ആ യോഗത്തിൽ RMPയെ പ്രതിനിധീകരിച്ച് RMPയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും കൂടിയായിട്ടുള്ള സഖാവ് KS ഹരിഹരൻ നടത്തിയ ഒരു പ്രസംഗത്തിൽ വന്ന ഒരു ചെറിയ പിഴവ്, ആ പിഴവാണ് വലിയ വിവാദങ്ങൾക്ക് ഇടയാക്കിയത്. നമുക്കറിയാം, വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ KK ശൈലജയുമായി ബന്ധപ്പെട്ട് ഒരു പോൺ വീഡിയോ, ഒരു അശ്ലീല വീഡിയോയുടെ വിഷയം വലിയ വിവാദമായിരുന്നു. അത് ശൈലജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ പോൺ വീഡിയോ അല്ലെങ്കിൽ അശ്ലീല വീഡിയോ ഉണ്ടാക്കിയത് UDFകാരാണെന്ന്, മുസ്ലിം ലീഗുകാരാണെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചരണമുണ്ടായിരുന്നു. അവസാനം അത് അങ്ങനെയല്ല എന്ന് തെളിഞ്ഞു. അങ്ങനെ ഒരു പോൺ വീഡിയോ തന്നെ ഇല്ലായിരുന്നു എന്ന് തെളിഞ്ഞു. അത് തെരഞ്ഞെടുപ്പിൽ വലിയ വിവാദമായിരുന്നു. അതിനെ തുടർന്ന് വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ തോതിൽ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം CPMൻ്റെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ചും CPMൻ്റെ ഭാഗത്തുനിന്ന് നടന്നിരുന്നു. അതിൻ്റെ കനലുകൾ ഇപ്പോഴും അവിടെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. UDF അതിനുശേഷം അവിടെ യോഗം നടത്തി, CPM യോഗം നടത്തി. CPM നടത്തിയ യോഗത്തിൽ A. റഹീം എന്ന് പറഞ്ഞ CPMൻ്റെ രാജ്യസഭാംഗം വർഗീയ വിഷമാണ് ഷാഫി പറമ്പിൽ എന്നുള്ള നിലയിലുള്ള പ്രതികരണമൊക്കെ നടത്തി. അവിടെ ഇപ്പോൾ വലിയ വിഷയമായിട്ട് നിൽക്കുകയാണ്. ആ വിഷയം തീർക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടെ. എന്തായാലും ഈ വിവാദവുമായി ബന്ധപ്പെട്ട് UDF അവിടെ നടത്തിയ യോഗത്തിൽ RMPയുടെ മുതിർന്ന നേതാവായിട്ടുള്ള ശ്രീമാൻ KS ഹരിഹരൻ നടത്തിയിട്ടുള്ള ഒരു പരാമർശം വലിയ തോതിൽ വിവാദമായി. ആ വിവാദത്തെ തുടർന്ന് KS ഹരിഹരൻ അത് സംബന്ധിച്ച് മാപ്പ് പറഞ്ഞു. അദ്ദേഹം തനിക്കുണ്ടായ തെറ്റ് തിരുത്തിയതിനെ തുടർന്ന് അവിടുത്തെ CPMൻ്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള P. മോഹനൻ അത് തിരുത്തിയുകൊണ്ടും മാപ്പ് പറഞ്ഞുകൊണ്ടും കാര്യമില്ല എന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് DYFIയും ഏതോ വനിതാ CPM പ്രവർത്തകയും ഇതിനെതിരെ DGPക്ക് പരാതി കൊടുത്തതിനെ തുടർന്ന് ഹരിഹരനെതിരെ കേസെടുത്തു പോലീസ്. അതിനിടയിൽ ഹരിഹരൻ്റെ വീടിന് മുമ്പിൽ വന്ന് ഹരിഹരനെയും കുടുംബത്തെയും CPMൻ്റെ പ്രവർത്തകർ അസഭ്യം പറഞ്ഞു. തുടർന്ന് ഹരിഹരൻ്റെ വീട്ടിലേക്ക് ഒരു ബോംബ് എന്ന് പറഞ്ഞ് എന്തോ ഒരെണ്ണം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഗേറ്റിലേക്ക് എറിഞ്ഞു പോവുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായി. അതിൽ കേസ് എടുത്തിട്ടുണ്ട്. അത് ചെയ്തത് DYFI CPM പ്രവർത്തകരാണ് എന്നാണ് FIRലുള്ളത് എന്നൊക്കെയുള്ള നിലയിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും CPMനെ വീണ് കിട്ടിയ ഒരു ആയുധമായി അവർ ഇതിനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, അവിടെ ഹരിഹരൻ പറഞ്ഞത് ഇത് KK ശൈലജയെക്കുറിച്ചിട്ട് ഇങ്ങനൊരു അശ്ലീല വീഡിയോ ഇറങ്ങി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അതേസമയം കേരളത്തിലൊരു മുതിർന്ന സിനിമാ നടിയുടെ പേര് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സിനിമാ നടിയെക്കുറിച്ചിട്ടായിരുന്നു ഇതുപോലെ അശ്ലീല വീഡിയോ ഇറങ്ങിയിരുന്നതെങ്കിൽ അതിനെ വേണമെങ്കിൽ വിശ്വസിക്കാമായിരുന്നു. പക്ഷേ KK ശൈലജയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനൊരു വീഡിയോ ഇറങ്ങിയതിൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയുമോ എന്നുള്ള വിവാദ പ്രസ്താവനയാണ് വലിയ തോതിൽ പ്രശ്നമായത്. അത് വന്ന ഉടനെ തന്നെ ഹരിഹരൻ അതിൽ തനിക്ക് തെറ്റുപറ്റിപ്പോയി, നിർവ്യാജം ഖേദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ആ ഫേസ്ബുക്ക് പോസ്റ്റിനെ തുടർന്ന് പിന്നീട് മാധ്യമങ്ങളൊക്കെ ചെന്നപ്പോൾ വളരെ വിശദമായി തനിക്കുണ്ടായ പിശക് കാര്യകാരണ സഹിതം അദ്ദേഹം അംഗീകരിക്കുകയും അത് തെറ്റുപറ്റിപ്പോയി, അത് തിരുത്തുന്നു എന്ന് കാര്യകാരണ സഹിതം അദ്ദേഹം പറയുകയൊക്കെ ചെയ്തിട്ടും CPMകാർ ഇപ്പോഴും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടി നേതാക്കന്മാരെയും ഒക്കെ അധിക്ഷേപിക്കുന്ന പ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് മാപ്പിൽ അവസാനിക്കില്ല എന്ന് പറഞ്ഞു. പരാതി കൊടുത്തതിനെ തുടർന്ന് അദ്ദേഹത്തെ വീടിൻ്റെ മുമ്പിൽ ചെന്ന് മോശമായ ഭാഷയിൽ സംസാരിച്ചു. വീടിനെതിരെ ബോംബ് പോലെ എന്തോ ഒരെണ്ണം വലിച്ചെറിഞ്ഞു. ഇതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അപകീർത്തിപ്പെടുത്തുന്ന പ്രവർത്തനം അവർ അവസാനിപ്പിച്ചിട്ടില്ല.
സുഹൃത്തുക്കളെ, എന്തുകൊണ്ടാണ് ആ പ്രവർത്തനം CPM-ൻ്റെ നേതൃത്വത്തിൽ ഇപ്പോഴും അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് ഉന്നയിക്കാനുള്ളത്. ഇത് ഹരിഹരൻ നടത്തിയിട്ടുള്ള ആ പരാമർശത്തെ കേന്ദ്രീകരിച്ചുള്ള എതിർപ്പാണോ ഇപ്പോഴും തുടരുന്നത് എന്നുള്ളതാണ് എന്നെ ബാധിച്ചിരിക്കുന്ന സംശയം. ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഹരിഹരൻ പറഞ്ഞ അല്ലെങ്കിൽ ഹരിഹരൻ ഉണ്ടായ ആ നാക്കുപിഴയുമായി ബന്ധപ്പെട്ടുള്ളതല്ല CPM-ൻ്റെ പ്രശ്നം എന്നുള്ളതാണ്. ആ വിഷയത്തിൻ്റെ പേരിലാണ് അവർ ഹരിഹരനെയും രമയെയും CMB-യെയും ഒക്കെ RMB-യെയും ഒക്കെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിലും യഥാർത്ഥ വിഷയം അതല്ല എന്നും മറ്റെവിടെയോ ആണ് യഥാർത്ഥത്തിലുള്ള വിഷയം കിടക്കുന്നത് എന്നും സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ഇപ്പം നടക്കുന്ന ഈ തർക്കം എന്ന് പറയുന്നത് ഇതൊരു നിഴൽ യുദ്ധമാണ്. ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇതൊരു അലീബിയാണ്, നിഴൽ യുദ്ധമാണ്. യഥാർത്ഥത്തിൽ CPM-ന് പകയും CPM-ന് വിരോധവും കിടക്കുന്നത് RMB എന്ന് പറഞ്ഞ പാർട്ടിക്ക് വടകരയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാന്നിധ്യവും പ്രാധാന്യവുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വടകര എന്ന് പറയുന്ന ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ CPM-ൻ്റെ കോട്ടയായിരുന്ന ആ മണ്ഡലത്തിൽ സാവധാനം RMB ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രാധാന്യമാണ് CPM-നെ വിറളി പിടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ പ്രതിഫലനം എന്നുള്ള നിലയിലാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ സംഭവം എടുത്തുപയോഗിച്ചുകൊണ്ട് ഹരിഹരനെയും രമയെയും അവരുടെ പാർട്ടിയെയും ഒക്കെ ആക്രമിക്കാൻ CPM നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ കാണേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം 2007 മറ്റാണ് RMB രൂപീകരിക്കപ്പെടുന്നത് TP ചന്ദ്രശേഖരൻ നേതൃത്വത്തിൽ. 2009 എന്നാണ് എൻ്റെ ഓർമ്മ. 2009 തെരഞ്ഞെടുപ്പിൽ വടകര ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് RMB-യുടെ സ്ഥാനാർത്ഥിയായി TP ചന്ദ്രശേഖരൻ മത്സരിക്കുന്നു. അപ്പോൾ 2009 വരെ CPM-ൻ്റെ കോട്ടയായിരുന്നു വടകര എന്ന് പറയുന്ന സീറ്റ്. ആ സീറ്റിൽ 2009 TP ചന്ദ്രശേഖരൻ RMB-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും അവിടെ 21,000 വോട്ടുകൾ പിടിക്കുകയും ചെയ്തതോടുകൂടിയാണ് 2009 CPM-ന് ആദ്യം വടകര മണ്ഡലത്തിൽ തോൽവി രുചിക്കേണ്ടി വന്നത് എന്നുള്ളത് പ്രധാനപ്പെട്ട സംഭവം. അതിനെ തുടർന്നുണ്ടായ ദാരുണവും നിഷ്ഠൂരമായിട്ടുള്ള സംഭവം നമുക്കറിയാം. 2012 TP ചന്ദ്രശേഖരൻ CPM-ൻ്റെ വാടക ഗുണ്ടകളാൽ അതിക്രൂരമായി കൊല്ലപ്പെട്ടു. 51 വെട്ട് മുഖത്തേറ്റ് TP ചന്ദ്രശേഖരൻ 2012 കൊല്ലപ്പെട്ടു. അതിനെ തുടർന്ന് 2014 നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും അവിടെ CPM പരാജയപ്പെട്ടു. അങ്ങനെ CPM-ൻ്റെ കോട്ടയായിരുന്ന വടകര, ആ വടകരയിൽ RMB എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേരിട്ടുമല്ലാതെയുമുള്ള സ്വാധീനത്തെ തുടർന്ന് 2009 തോറ്റു, 2014 തോറ്റു, 2019 അവിടെ നിന്ന് CPM പരാജയപ്പെട്ടു. അപ്പോൾ CPM-ൻ്റെ കയ്യിൽ നിന്ന് CPM-ൻ്റെ കോട്ടയെന്നറിയപ്പെടുന്ന വടകര എന്നേക്കുമായി നഷ്ടപ്പെടുന്നതാണ് നമ്മൾ കണ്ടത്. ആ നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട ചാലകശക്തിയായി പ്രവർത്തിച്ചത് RMB എന്ന് പറഞ്ഞ പാർട്ടിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 2019 പരാജയപ്പെട്ടു. 2021 നടന്ന തെരഞ്ഞെടുപ്പിൽ RMB-യുടെ നേതാവായിട്ടുള്ള KK രമ അവിടെ UDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. KK രമ എന്ന് പറയുന്ന RMB-യുടെ സ്ഥാനാർത്ഥി 2021 വടകര നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ജയിക്കുക കൂടി ചെയ്തതോടുകൂടി CPM-ൻ്റെ എല്ലാ നിയന്ത്രണങ്ങളും പോയി എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്കറിയാം 2021 തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് രമയെ ഏതൊക്കെ നിലയിലാണ് അപഹസിച്ചത്, അപകീർത്തിപ്പെടുത്തിയതെന്നൊക്കെ നമുക്കറിയാം. ആസ്ഥാന വിധവ എന്ന് വിളിച്ചു. എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ പറയുന്നില്ല, കാരണം അത്രയ്ക്ക് നീചമായിട്ടുള്ള ആക്രമണമാണെന്ന് രമയ്ക്കെതിരെ അവർ ഉയർത്തിവിട്ടത്. എന്നിട്ടും രമ 2021 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ടൊരു 6-7 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് അവിടുന്ന് വിജയിച്ചു. അപ്പോൾ 2009 മുതലുള്ള ചരിത്രം, 2009 മുതൽ 2021 വരെയുള്ള ചരിത്രം നമ്മൾ നോക്കിയാൽ CPM-ന് അവരുടെ ചുവന്ന കോട്ടയായിരുന്ന വടകര ലോക്സഭാ മണ്ഡലവും
CPM-ന്റെ കോട്ടയായിരുന്ന വടകര നിയമസഭാ മണ്ഡലവും നഷ്ടപ്പെടാൻ ഇടയാക്കിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ മണ്ഡലത്തിലെ RMPയുടെ സ്വാധീനവും വളർച്ചയുമായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. 2009 മുതൽ വലിയ വളർച്ചയാണ് RMPക്ക് അവിടെ ഉണ്ടായത്. പല പഞ്ചായത്തുകളിലും അവർ ഭരണം ഏറ്റെടുത്തു. 2021 RMPക്ക് ആദ്യമായി ഒരു MLAയും ഉണ്ടായി. ഇതിൽ CPM-നുണ്ടായ അസ്വസ്ഥത, ആശങ്ക, അസഹിഷ്ണുത ചെറുതായിരുന്നില്ല. എന്നാൽ അവിടെ നഷ്ടപ്പെട്ട സ്വാധീനം, അവിടെ ഉണ്ടായിട്ടുള്ള വീഴ്ച, അവിടെ ഉണ്ടായിട്ടുള്ള പരാജയം, ഇത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചു പിടിക്കാം എന്നായിരുന്നു CPM-ന്റെ പ്രതീക്ഷ. ആ സീറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെന്ന് അവർ വിശ്വസിച്ച KK ശൈലജയെ 2024 തെരഞ്ഞെടുപ്പിൽ അവർ വടകര ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കിയത്. അവർ ശൈലജയെ കൊണ്ടുവന്നു. ശൈലജയെ കൊണ്ടുവരികയും ശൈലജ കോവിഡിനെ എതിർത്ത വനിത എന്നൊക്കെയുള്ള നിലയിൽ വലിയ തോതിലുള്ള പ്രചണ്ഡമായിട്ടുള്ള പ്രചരണ പ്രവർത്തനങ്ങളൊക്കെ നടത്താമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അവസാന ഘട്ടത്തിൽ വടകര മണ്ഡലത്തിൽ നിന്ന് K. മുരളീധരൻ തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് മാറുകയും വടകര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിൽ വരികയും ചെയ്തു. അവന് ഷാഫി പറമ്പിൽ വന്നതിനെ തുടർന്ന് ഷാഫി പറമ്പിലിനുണ്ടായിട്ടുള്ള അത്യഭൂതപൂർവമായിട്ടുള്ള പിന്തുണ CPM-നെ തെല്ലൊന്നുമല്ല ഞെട്ടിച്ചതും പ്രതിരോധത്തിലാക്കിയതും. അപ്പോൾ സ്വാഭാവികമായും അവിടെ ഷാഫി പറമ്പിൽ വലിയ പിന്തുണ വരുന്നു. KK ശൈലജ വലിയ തോതിൽ പരാജയപ്പെടാനുള്ള സാധ്യത വരുന്നു. അതൊക്കെ വന്നതോടുകൂടി വലിയ അസഹിഷ്ണുതയിൽ അവർ നിൽക്കുകയാണ്. ആ അസഹിഷ്ണുതയിലും അസ്വസ്ഥതയിലും അവർ നിന്നതിൻ്റെ വേറൊരു കാരണവും കൂടി ഉണ്ടായിരുന്നു. എന്താണ്? വടകര ലോക്സഭാ മണ്ഡലത്തിലെ ലോക്സഭയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായി വന്നത് RMPയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള N. വേണു ആയിരുന്നു. RMP എന്ന് പറഞ്ഞ പാർട്ടി UDF-ന്റെ വടകര ലോക്സഭാ മണ്ഡലത്തിലെ സംഘാടക സമിതിയുടെ കൺവീനറായി വരികയും ചെയ്തു. അതാണ് യഥാർത്ഥത്തിൽ CPM-നെ വല്ലാതെ ഞെട്ടിച്ചുള്ളത്. ചെയർമാൻ മുസ്ലിം ലീഗിൻ്റെ മുൻ MLA ആയിട്ടുള്ള പാറക്കൽ അബ്ദുള്ളയായിരുന്നു. സെക്രട്ടറി N. വേണുവായിരുന്നു. അപ്പം വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് തന്ത്രം ആവിഷ്കരിച്ചതിന് വലിയ നേതൃത്വം കൊടുത്തു RMP. വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി. അതായത് വലിയ വലിയ യോഗങ്ങളിൽ നിന്ന് കുടുംബയോഗങ്ങളിലേക്ക് മാറി. N. വേണുവും KK രമയും ഒക്കെ തന്നെ നൂറുകണക്കിന് കുടുംബയോഗങ്ങളിൽ പോയി പങ്കെടുത്തു. CPM-ന്റെ കോട്ടയെന്നറിയപ്പെടുന്ന പാനൂർ ഭാഗത്തും കുറ്റ്യാടി ഭാഗത്തും ഒക്കെ ഉള്ള CPM കോട്ടകളിലൊക്കെ തന്നെ നൂറുകണക്കിന് കുടുംബയോഗങ്ങളിൽ പോയി N. വേണുവും KK രമയും ഹരിഹരനെ പോലുള്ളവർ പങ്കെടുത്തു. കോൺഗ്രസിൻ്റെ വലിയ പൊതുയോഗങ്ങൾ എന്ന് പറഞ്ഞാൽ സ്റ്റേജിൽ തന്നെ 10, 25, 30 പേര് ഇരിക്കുന്ന നിലയിലുള്ള പൊതുയോഗങ്ങൾ എന്നുള്ള രീതിയിൽ നിന്ന് മാറി കോർണർ യോഗങ്ങളിലേക്ക് മാറുകയും അത്തരം യോഗങ്ങളിലൊക്കെ പ്രസംഗിക്കുന്ന ഒരാൾക്കൊരു കസേര എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തു. നമുക്കറിയാമല്ലോ, കോൺഗ്രസിൻ്റെ UDF-ൻ്റെ ഒക്കെ യോഗങ്ങളിൽ ചുരുങ്ങി ഒരു 15-20 ആളുകളെങ്കിലും സ്റ്റേജിലുണ്ടാകും. അത് മാറ്റി കോർണർ യോഗങ്ങൾ, വലിയ യോഗങ്ങൾ എന്നുള്ള നിലയിൽ നിന്ന് കോർണർ യോഗങ്ങളിലേക്ക് വന്നു. വലിയ യോഗങ്ങൾ എന്നുള്ള നിലയിൽ നിന്ന് കുടുംബയോഗങ്ങളിലേക്ക് പോയി. ഇതൊക്കെ തന്നെ ഇതിൻ്റെ തന്ത്രം തീരുമാനിച്ചതും നടപ്പിലാക്കിയതിലുമൊക്കെ തന്നെ N. വേണു എന്ന് പറയുന്ന RMPയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് നിർണായകമായിട്ടുള്ള പങ്കുണ്ടായിരുന്നു. ഇതും CPM-നെ വല്ലാതെ ബാധിച്ചു. അപ്പോൾ ഇതിലൊക്കെ തന്നെ വലിയ അസഹിഷ്ണുതയിലും അസംതൃപ്തിയിലും നിൽക്കുന്ന സമയത്താണ് ഹരിഹരൻ്റെ പേരിൽ ഇങ്ങനൊരു ഒരു കച്ചിത്തുരുമ്പ് അവർക്ക് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ ഹരിഹരനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിഴൽ യുദ്ധം, ഹരിഹരൻ്റെ പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണം, CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആക്രമണങ്ങളും ഈ അപകീർത്തിപ്പെടുത്തലുമൊക്കെ ആത്യന്തികമായി വടകര ലോക്സഭാ മണ്ഡലത്തിലും വടകര നിയമസഭാ മണ്ഡലത്തിലും RMP എന്ന് പറഞ്ഞ പാർട്ടിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്വാധീനത്തിലുള്ള അസ്വസ്ഥത കൊണ്ടാണ് എന്ന് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിയണം. CPM എന്ന് പറഞ്ഞ വലിയൊരു ബഹമോത്തിക്കായിട്ടുള്ളൊരു പാർട്ടിയെ എതിർക്കുന്ന RMP ആ മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സ്വാധീനത്തിൽ വിളറിപൂണ്ട CPM, ആ സ്വാധീനത്തിൽ അസ്വസ്ഥതയും ആശങ്കയും അസഹിഷ്ണുതയുള്ള CPM ഇപ്പോൾ ഹരിഹരനെതിരായിട്ട് വന്ന ഈ വിഷയം ഒരു മറയായി ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, വടകര മണ്ഡലത്തിൽ തങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടം, വടകര ലോക്സഭാ മണ്ഡലത്തിലും വടകര നിയമസഭാ മണ്ഡലത്തിലും തങ്ങൾക്കുണ്ടായിട്ടുള്ള നഷ്ടം, ആ നഷ്ടത്തിൽ
അസംതൃപ്തരായിട്ടുള്ള CPM ആ അസംതൃപ്തി പ്രകടിപ്പിക്കുകയാണ് ഹരിഹരനെതിരായിട്ടുള്ള ആക്രമണത്തിലൂടെ ചെയ്യുന്നത്. അല്ലാതെ ഹരിഹരൻ്റെ ഒരു നാക്കുപിഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹരിഹരനെതിരായിട്ടുള്ള ഒരു യുദ്ധമല്ല CPM ചെയ്യുന്നത്. അത് നിഴൽ യുദ്ധം മാത്രമാണ്. യഥാർത്ഥത്തിൽ ആരംഭിക്കുണ്ടാകുന്ന സ്വാധീനം വടകര ലോക്സഭാ മണ്ഡലത്തിലും വടകര നിയമസഭാ മണ്ഡലത്തിലും ആരംഭിക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന വേരോട്ടം, അതിൽ വിളറിപൂണ്ട CPM നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ ആണ് ഇത് എന്നുള്ളതാണ് അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ നമ്മൾ കാണേണ്ടത് എന്നാണ് എനിക്ക് വ്യക്തമാക്കാനുള്ളത്.